ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നതേ കാളികേശം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. ഇത് തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 70 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് ഈ കാളികേശവും ഇതിൻ്റെ പരിസരമൊക്കെ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം കാളികേശത്തിലേക്ക് പോകാനുള്ളത് കേട്ടോ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. നമുക്ക് അവിടെ പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ട് ടിക്കറ്റൊക്കെ എടുക്കാം. ടിക്കറ്റ് എടുക്കുന്നതിന് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണാം കേട്ടോ. ഇതൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാൻ തരുന്ന റൂമാണ്. ഇത് ഓൺലൈൻ ബുക്ക് ചെയ്യണം. കീരിപ്പാറ എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിലാണ് ഈ റൂമൊക്കെ വരുന്നത്. ഇതിന് 2350 മുതൽ 2600 രൂപയാണ് ഈ റൂമിൻ്റെ ചാർജ്. ഇതൊക്കെ AC റൂമൊക്കെയാണ് കേട്ടോ. ഇത് നമ്മൾ ബുക്ക് ചെയ്താൽ നമുക്കിവിടെ വന്ന് താമസിക്കാം. ഇവിടെ ക്യാൻറ്റീനും മറ്റ് സൗകര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ പോയി ടിക്കറ്റ് എടുത്തായിരുന്നു കേട്ടോ. 30 രൂപയാണ്. നമ്മുടെ പോകുന്ന കാറിന് 50 രൂപ. അങ്ങനെ 110 രൂപയാണ് ഞങ്ങളിന്ന് ചാർജായിട്ട് അവർ ഈടാക്കിയത്. ഇനി നമുക്ക് നേരെ കാളികേശത്തിലേക്ക് യാത്ര തുടരാം. ചെക്ക് പോസ്റ്റ് പൊക്കി കാളികേശത്തിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ കാളികേശത്തിലെത്തുന്നതിന് മുന്നേ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ഞങ്ങളുടെ 30 രൂപയ്ക്ക് ഒരാളിന് വാങ്ങുന്നുണ്ട്. വളരെ മോശമായ റോഡാണ്. കാരണം മഴ പെയ്ത് വെള്ളം കുത്തി ഒലിച്ച ശേഷം അവിടെ പാറ വാരി ഇട്ടിക്കുക. അവിടെയൊക്കെ കുഴികളിലൊക്കെ ഇതുവഴിയൊക്കെ സീസൺ ടൈമിൽ ഇതുവഴിയൊക്കെ വെള്ളം ഒഴുകും എന്നാണ് ചോദിച്ചപ്പം പറഞ്ഞത്. ഇപ്പം ഞങ്ങളിപ്പോൾ നല്ല വരൾച്ചയായിരുന്നു. അതുവഴി യാത്ര ഒന്ന് തുടർന്ന് നോക്കാം. നമുക്കിത് കടന്ന് വേണം അപ്പുറത്തേക്ക് പോകാനുള്ളത്. നമ്മളെന്താ അങ്ങോട്ട് പോകാം. കൂടെയുള്ള യാത്രയുണ്ടല്ലോ അതികഠിനമാണ് കേട്ടോ. കാരണം മൊത്തമേ റോഡ് കോൺക്രീറ്റ് ആണ്. അതേ ചാടിച്ചാടിയാണ് പോകുന്നത്. പിന്നെ ഈ കുഴിയും പാറകളുടെയും പുറത്തൂടെ കയറി ഒരു കഠിനമായൊരു യാത്ര തന്നെയാണ്. ഇവിടെയാണ് കേട്ടോ നമ്മുടെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്നൊരു സ്ഥലം. ഇവിടെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിട്ടാണ് നമുക്ക് താഴോട്ട് പോകാനുള്ളത്. കുറച്ച് നടന്നാൽ മതി ഈ കാളികേശം എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക്. കാളികേശത്തെത്തി കേട്ടോ. അവിടെ 2-3 കോവിലുകളുണ്ട്. ഇതൊരു കോവിലാണ് ഒന്നാമത്തത്. പിന്നെ ഇതിൻ്റെ മറു സൈഡിലായിട്ട് 2 ചെറിയ കോവിലുകളുണ്ട്. പിന്നെ അവിടെ എല്ലാവരും വെള്ളം വളരെ കുറവാണെങ്കിലും ഒരുപാട് ആൾക്കാർ അവിടെ കുളിക്കാനും നീന്തൽ അഭ്യസിക്കാനും ഒക്കെ ആൾക്കാർ ഒരുപാടുണ്ട്. എല്ലാം വരുന്ന ആൾക്കാരാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ കൂടുന്ന ഹരിയാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. അതാ ഹരി കുളങ്ങര.
കുളിക്കുന്നൊന്നുമില്ല. നമുക്ക് ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ വന്ന് കണ്ടു നോക്കാം. പിന്നെ ഒരുപാട് അടുത്തേക്ക് നമുക്ക് കൊണ്ടുപോകാനും പറ്റത്തില്ല കേട്ടോ. ഇതുവഴി നടന്ന് വേണം നമുക്ക് മറു സൈഡിലേക്ക് പോകാനായിട്ട്. അകത്തേക്ക് ഫോറസ്റ്റിലേക്ക് പോകാനുള്ളൂ. അവിടെയും റൂം സൗകര്യമുണ്ട്. അവിടെ 4800 മുതലാണ് ആ റൂം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും സൈറ്റിൽ ബുക്ക് ചെയ്യാൻ കിട്ടും. നമ്മൾ ഇതുവഴി നടന്ന് വേണം അങ്ങോട്ട് പോകാനുള്ളത് കേട്ടോ. ഈ വെള്ളത്തിനകത്തൂടെ ഇതിൽ കാറും ഇതൊക്കെ പോകുന്നുണ്ട്. അവിടെ എവിടെയൊക്കെ വെള്ളം പറ്റി വേറും പാറക്കല്ലുകൾ മാത്രമേ പോവുള്ളൂ. ഇത് നമ്മൾ ആ കാളികേശത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ അങ്ങോട്ടൊരു കാഴ്ചയാണ്. ഞങ്ങൾ ഇതുവഴിയാണ് അങ്ങോട്ട് പോയത്. പക്ഷേ നല്ല റിച്ച് റബ്ബർ മരങ്ങൾ കണ്ടോ, നല്ല ഇങ്ങനെ ലൈറ്റായിട്ട് വെയിലും അടിച്ച് നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. ഫുഡ് കഴിക്കാനായിട്ട് എത്തി ഞങ്ങൾ. അവിടെ ഒരുപാട് ആൾക്കാർ ഫുഡ് കഴിക്കുന്ന കാണാം. കാരണം ഇവിടെ നിന്ന് കറിയും ഇതെല്ലാം കഴിഞ്ഞ് അവർ കൊണ്ടുവരുന്ന ഫുഡും ഇതെല്ലാം നമ്മൾ ഫുഡെല്ലാം ഇവിടെ വാങ്ങിച്ച് വെക്കും. വച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ആ കാളികേശത്തിലേക്ക് വിടുകയുള്ളൂ കേട്ടോ. ഇതെല്ലാം ഇവിടെ ഒരു റൂമുണ്ട്, അവിടെ നമ്മൾ കൊണ്ട് വയ്ക്കുന്ന ഫുഡെല്ലാം. ഞങ്ങൾ ഇവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡും കഴിച്ച് ഒരു ചെമ്പരത്തിപ്പൂ ജ്യൂസും കുടിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നൊരു മടക്കയാത്ര ആരംഭിക്കുകയാണ് കേട്ടോ.